ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നീ എന്താ ഇവിടെ ഒറ്റക്ക് വന്നിരിക്കുന്നേ? ഞാൻ ഒറ്റക്കാന്ന് ആരാ പറഞ്ഞു മുത്തശ്ശി? എന്റെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ദാ നോക്ക് മുത്തശ്ശി, എന്റെ അമ്മ എന്റെ കൂടെ ഇരിക്കുന്നത്. മുത്തശ്ശി മുത്തശ്ശി സങ്കടപ്പെടണ്ട, എന്റെ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇല്ല മോളെ, മുത്തശ്ശി സങ്കടപ്പെടുന്നില്ല. ഇന്ന് എന്താ എന്റെ മോൾക്ക് ഇത്ര സന്തോഷം? അമ്മമ്മേ നോക്ക്, എനിക്ക് അച്ഛൻ കൊണ്ട് തന്ന ഗിഫ്റ്റ് ആയത്. ആണോ? നന്നായിട്ടുണ്ട്. എന്നാ അത് എന്താന്ന് തുറന്ന് നോക്ക്. ഇല്ല അമ്മമ്മേ, ഞാനിത് തുറന്ന് നോക്കൂല. എനിക്ക് സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് ആരെന്നറിയോ? എന്റെ അമ്മമ്മക്ക്. ആരെയാ? എന്റെ പാറയിനെ. അപ്പൊ ഞാനേ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാൻ പോവാ. അത് മോൾക്ക് മോളെ അച്ഛൻ തന്നതല്ലേ? ആണല്ലോ. അപ്പൊ ഇതെനിക്ക് ഒരുപാട് വില പിടിച്ച ഗിഫ്റ്റാ. അപ്പൊ എനിക്ക് ഒരുപാട് വില പിടിച്ചതല്ലേ എന്റെ പാറക്കുട്ടി. അവൾക്ക്
അതൊക്കെ നല്ല കാര്യം തന്നെയാ. ആ രണ്ടെണ്ണത്തിനെയും കാണാതെ വേണം പുറത്ത് കിടക്കാൻ. ഇത്രയും ദിവസം ഒന്നേ നോക്കിയാ മതിയായിരുന്നു. ഇപ്പൊ അതിനൊരു കൂട്ടുകൂടി വന്നിട്ടുണ്ട്. ടുണ്ടു, നീ ആദ്യം ഇറങ്ങി പുറത്ത് കിടക്ക്. എനിക്ക് പേടിയാ മണിക്കുട്ടി ഒറ്റയ്ക്ക് പോവാൻ. ഒരു പെണ്ണേ പോ, നീ പെട്ടെന്ന് വന്നേക്കണേ. ഞാൻ വരാന്നല്ലേ പറഞ്ഞേ, പോ മണിക്കുട്ടി വാ. അയ്യോ പെണ്ണേ, ശബ്ദം ഉണ്ടാക്കാതെ. മുത്തശ്ശി, എന്റെ അമ്മക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ മുത്തശ്ശി? ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്ര വലുതൊന്നും വാങ്ങിക്കൊടുക്കാനേ ഈ അമ്മമ്മയുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. ഉള്ളതിനനുസരിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. ഒന്നിനു വേണ്ടിയും വാശി പിടിക്കാത്തൊരു മോളായിരുന്നു എൻ്റെ മോള്, എൻ്റെ മുത്തിനെ പോലെ. അതുപോലെ തന്നെയായി അവളുടെ ജീവിതവും. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. ഡുണ്ടു, അവിടെ നിക്ക്, ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ? അല്ല കുൽസോ, ഇജ്ജെന്താ ഈ നിലാവെളിച്ചത്ത് കോയിനെ തുറന്നിട്ട പോലെ നടക്കണത്? അനക്ക് എന്റെ കോഴിക്കൂട്ടിക്ക് കേറാനായില്ലേ? അത് പിന്നെ രാത്രിയായ ഇതിനൊരു കുറുക്കൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതിനെ പിടിക്കാൻ വേണ്ടി നടന്നതാണ് ഞാനേ. എന്തായാലും ഉരുളക്ക് ഉപ്പേരിയുണ്ട് കുൽസുവിന്റെ അടുത്ത്. അത് പിന്നല്ലാതെ ഈ നാട്ടിലൊക്കെ ജീവിച്ചു പോകാൻ പറ്റുമോ? ശോ, നമ്മുടെ എല്ലാ പദ്ധതിയും പൊളിയെന്ന തോന്നുന്നത്. ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? മണിക്കുട്ടി, നമുക്ക് പിറകോട്ട് തന്നെ പോയാലോ? അല്ല, ഒരു കണക്കിന് അവര് വന്നതും നല്ലതാ. നമുക്ക് നമ്മുടെ പ്ലാൻ നടത്താനേ ഈസി ആയി ഇപ്പോ. സുലൈമാൻക്കേ, കോഴിമുട്ട പൊരിച്ചാതെ ചോറ് അങ്ങോട്ട് ഇറങ്ങൂല. കോഴിമുട്ട ആണെങ്കിൽ കൊടുന്നത് കയ്യും ചെയ്തിക്കണു. ഞാനത് നോക്കിയിട്ടില്ലാന്ന്. അതിനെ എന്റെ കോഴിമുട്ട അങ്ങോട്ട് തന്നാളേ. ഇരുന്നോ? ഇത് തിന്നാൻ പറ്റിയ കോഴിമുട്ടയൊന്നല്ല, ഇത് ഞാൻ വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുക. അതെന്തിനാ മനസ്സാ അതിപ്പോ കളയണത്? ഇതൊന്നിനും കൊള്ളൂല എന്റെ കുൽസോ. ഇതേ ചീഞ്ഞ മുട്ടകളാണ്. രാത്രിയാകുമ്പോ കൊറേ ഉണ്ടാവും ഇങ്ങനെ കളയാന്. അത് ശരി. ഇന്ന് എനിക്ക് വേഗം എടുത്ത് തരേ. ഇത് പോയിട്ട് വേറെ പണിയുണ്ടേ. ഇതിവിടെ വെക്കട്ടെ. അല്ല, ആ കുട്ടികളെന്താ ഇരുട്ടത്ത് വന്നിട്ട് അവിടെ നിൽക്കണത്? അയ്യോ മണിക്കുട്ടി, അവര് നമ്മളെ കണ്ടു.